ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ LED അത് സീലിംഗ് ലൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് പാനൽ ലൈറ്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കോൺക്രീറ്റിൽ ഇടുന്ന സമയത്ത് പാനൽ ലൈറ്റ്സ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബോക്സ് കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ എല്ലാ LED ബോക്സുകളിൽ അഡാപ്റ്റർ കാര്യങ്ങളൊന്നും അതിൻ്റെ ബാക്കിൽ ഒതുങ്ങാറില്ല. അതായത് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്കത് എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ നോക്കുക, അതായത് ഇതിപ്പോൾ സീലിംഗിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന LED ബോക്സ് ആണ് വരുന്നത്, പാനൽ ലൈറ്റ്സ് ആണ്. അതിൻ്റെ അഡാപ്റ്റർ കണ്ടോ, ഇത്രയും വലുപ്പമുള്ള അഡാപ്റ്ററും അതുപോലെ തന്നെ ഇത്രയും ഹൈറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് തന്നെ അഡാപ്റ്ററിൻ്റെ തന്നെ ആദ്യം തന്നെ ആ പ്ലാസ്റ്റിക്കിൻ്റെ കേസ് കൊണ്ട് അഴിച്ചു മാറ്റുക. പ്ലാസ്റ്റിക്കിൻ്റെ കേസ് അഴിച്ചു മാറ്റിയതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ടേപ്പ്, ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് മൊത്തം ഒന്ന് കവർ ചെയ്യുക. അതായത് അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസുലേഷൻ ടേപ്പ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ PCB പ്രിൻറ്റഡ് ബോർഡ് സർക്യൂട്ടിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട് കണ്ടോ, ഈ ബാക്ക് സൈഡ് കംപ്ലീറ്റ് എർത്താവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഏതെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഡിവൈസായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഈ LED തന്നെ അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ്റെ ആ സ്പ്രിങ് മെറ്റലാണ്. ആ സ്പ്രിങ് പോലും അതുമ്പോൾ പോയി മുട്ടിയാൽ മതി. അതായത് നമ്മൾ മുകളിലേക്ക് കയറ്റി വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ അഡാപ്റ്റർ വന്നിരിക്കുന്നത് ചിലപ്പോൾ കറക്റ്റായിട്ട് സ്പ്രിങ്ങിൻ്റെ അടുത്തായിരിക്കും. അത് മുട്ടിയാൽ തന്നെ ആ അഡാപ്റ്റർ ഷോർട്ടായി പോകാനുള്ള ചാൻസസും, അതുപോലെ തന്നെ നമ്മുടെ വാർക്കയിൽ നമ്മൾ ഇടുന്ന സമയത്താണെങ്കിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ തന്നെ ഷോർട്ടായി പോകാനുള്ള ചാൻസസും ട്രിപ്പ് ആവാനുള്ള ചാൻസസും ഉണ്ട്. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും പാടായിരിക്കും ട്രിപ്പ് ആവുന്നത് ഏത് സെക്ഷനാണെന്ന് കാര്യങ്ങളൊക്കെ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻവെർട്ടർ സെക്ഷനിലൊക്കെ ആയിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കണ്ടുപിടിക്കാനും പാടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻസുലേഷൻ ടേപ്പ് കറക്റ്റായിട്ട് മൊത്തം ചുറ്റി കൊടുക്കുക. അത് കുറച്ച് അതിൻ്റെ എയർ പാസിങ് കൂടി കിട്ടാവുന്ന രീതിയിൽ ചെറിയൊരു എയർ പാസിങ് കിട്ടണം കണ്ടോ. ആ എയർ പാസിങ് ഉദ്ദേശിച്ച് അതിൻ്റെ ചൂട് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ സീലിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങാത്ത സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അഡാപ്റ്റർ ഡയറക്റ്റായിട്ട് കൊടുക്കാം. ഒതുങ്ങാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ വാർക്കയുടെ ഉള്ളിലൊക്കെ നമ്മൾ PVC LED ഇടുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടോ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇത് വാർക്കയുടെ ഉള്ളിലാണ് അതിൻ്റെ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബോക്സ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ അഡാപ്റ്റർ അതിൻ്റെ അകത്ത് കയറി പുറത്തേക്ക് ഈ ഇത്രയും അകത്തേക്ക് കയറി പോവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ അഡാപ്റ്ററിൻ്റെ കേസ് ഊരിയേ പറ്റൂ. അങ്ങനെ ഊരിയതിന് ശേഷമാണ് നമ്മൾ ഈ LED കറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ 4 ഇഞ്ചിൻ്റെ അതായത് ജംഗ്ഷൻ ബോക്സുകളാണ് ഉപയോഗിച്ചിരുന്നത്. ജംഗ്ഷൻ ബോക്സിന് ആഴം കൂടുതലായതുകൊണ്ട് നമ്മുടെ വാർക്കയുടെ കനത്തേക്കാൾ ഏകദേശം ആ റേഞ്ച് തന്നെ വരുന്നുണ്ട്. വാർക്കയുടെ കനം നമ്മൾ 4 ഇഞ്ചാണെങ്കിൽ ഏകദേശം 3 ഇഞ്ചോളം ആ ജംഗ്ഷൻ ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് അത്ര സേഫ്റ്റി അല്ല. ഇപ്പോൾ ഓൾറെഡി ഏകദേശം ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് കനം വരാവുന്ന രീതിയിലുള്ള സീലിങ്ങിലിടുന്ന വാർക്കയുടെ ഉള്ളിലിടുന്ന ബോക്സുകൾ വരുന്നത്. അതാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ഈ LED ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഡാപ്റ്റർ തടസ്സമായതുകൊണ്ട് മാത്രമാണ് അഡാപ്റ്ററിൻ്റെ കേസ് ഊരി കളഞ്ഞ് നമ്മൾ ടേപ്പ് അടിച്ച് ക്ലിയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ഒരിക്കലും ട്രിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.